അയാൾ 100 രൂപ തന്നു. 30 രൂപ എനിക്ക് പ്രത്യേകവും. ഇത് മുഴുവൻ ശിവേട്ടനെടുത്തു. എനിക്കിപ്പോ 10 രൂപ മതി. ഈ കാശ് എനിക്ക് വേണ്ട. ഈ കാശിന് എന്താ കുഴപ്പം? ഇങ്ങനെയുള്ള കാശ് കൊണ്ട് ഞാൻ ഇതുവരെ ഭക്ഷണം കഴിച്ചിട്ടില്ല. ഇവിടുന്ന് ഞാൻ എവിടെങ്കിലും പോവുകയാണ്. ഞാൻ എന്തെങ്കിലും ജോലി ചെയ്ത് ജീവിച്ചോളാം. എന്ത് ജോലി ചെയ്യും? എന്തെങ്കിലും ജോലി. ഈ ലോകത്ത് വേറെ എന്തെല്ലാം ജോലികളുണ്ട്. എന്നിട്ട് ഇതുവരെ എന്ത് ജോലി ചെയ്തു? ഈ ജോലി ഞാൻ സന്തോഷത്തോടുകൂടി ചെയ്യുന്നു എന്നാണോ നിങ്ങളുടെ വിചാരം? എന്റെ സങ്കടം നിങ്ങൾക്കറിയില്ല. ഞാൻ ഒരുപാട് ജോലി ചെയ്തവളാണ്. അവസാനം ഇവിടെയാണ് എത്തിയത്. തെരുവ് തിണ്ണയിൽ ആളെ കാത്തു നിൽക്കുന്ന രുക്മിണിയാണ് നിങ്ങൾക്ക് പരിചയം. എന്റെ ഉള്ളിൽ മറ്റൊരു സ്ത്രീയുണ്ട്. അവളെ ആരും കണ്ടിട്ടില്ല. ആർക്കും അവളെ കാണണമെന്ന് ആഗ്രഹമില്ല. ആർക്കും അവളെ കാണേണ്ട ആവശ്യമില്ലല്ലോ. വിശക്കുന്നില്ലേ? ഞാൻ ചോറ് വിളമ്പട്ടെ. വരൂ, ഊണ് കഴിക്കാം. എന്ത് കറിയാ ഇഷ്ടം? ഇറച്ചി മീനും ഇഷ്ടമാണോ? എനിക്ക് പച്ചക്കറിയാ ഇഷ്ടം. എരിവ് കൂടുതൽ വേണോ കുറച്ച് മതിയോ? എനിക്കിതൊന്നും അറിഞ്ഞൂടാ. ഇതുവരെ എനിക്കിങ്ങനെ ആരും വെച്ചു വിളമ്പി തന്നിട്ടില്ല. വിശക്കുമ്പോ കിട്ടുന്നത് തിന്നും, കിട്ടുന്നിടത്തും. അങ്ങനെ ഞാൻ വളർന്നത്. ഞാനൊരാൾക്ക് വെച്ച് വിളമ്പി കൊടുത്തിരുന്നു. അയാൾ പോയി, എങ്ങോട്ടോ പോയി.
ஐயா மெட்ராஸ்ல இருந்து ஒரு கால் வந்திருக்கு. யாரு? மூர்த்தியா? முனிசாமி எங்க போயிருக்கு? செய்தாப்பட்டிலையா? போட்டும் போட்டும். கோயம்புத்தூர் பிராஞ்சில இருந்து அது வந்திருக்கான்னு பேங்க்ல விழிச்சு கேளுங்க. பாம்பே பாம்பே பாம்பேல இருந்து காலையாவது வந்திருக்கா? சரி அப்படியேப்பா. அம்மா எப்படி இருக்கு? ஆமா கமலாம்பாள். சௌக்கியமா இருக்கா? சௌக்கியமா இருக்கா? சரி சரி. நாளை காலையில மார்னிங் பிளைட். ஆமா மார்னிங் 1:30 மணிக்கெல்லாம் வருவேன். வீட்டுல போன் பண்ணி ஏர்போர்ட்ல கார் அனுப்ப சொல்லுங்க. சரி சரி. முடிஞ்சு போச்சியா? பாரு பையா. என்ன என்ன வேணும்? ഡോക്ടർ തോമസ് സാർ ഈ മുറിയിലല്ല അല്ലേ? തോമസ് സാറാ? இங்க அந்த மாதிரி யாரும் கிடையாது. இது வந்து ஐயா ரூம். അല്ല, ഇത് 24 നമ്പർ മുറിയല്ലേ? ஆமா. അയ്യോ, ഈ മുറി കാണുമെന്നാണല്ലോ പറഞ്ഞത്. അദ്ദേഹം ആരാ? രാമലിംഗ ചെട്ടിയാര്, മദ്രാസിലെ പെരിയ രത്ന വ്യാപാരി. ക്ഷമിക്കണം, ഞാൻ തോമസ് സാറിനെ നോക്കട്ടെ. ஆளை புரிஞ்சுதா? எப்பவே புரிஞ்சாச்சு. அப்படின்னா கூப்பிடு. நல்லா இருந்தா கொண்டு வர சொல்லு.